ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ 69ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ദുരാത്മാവായിരിക്കുന്ന ദശഗ്രീവൻ ദുഃഖത്തോടു കൂടിയിട്ട് വിവശനായി വിലപിക്കുന്നത് കേട്ടുകൊണ്ട് ത്രിശിരസ് പറയുകയുണ്ടായി. ഏവമേവ മഹാവീര്യോ അധോ നസ്താതമധ്യമ അത് സൽപുരുഷോ രാജൻ വിലപന്തി യഥാ ഭവാൻ. ഞങ്ങളുടെ മഹാവീര്യവാനായ ഇളയച്ചൻ കൊല്ലപ്പെട്ടു എങ്കിലും അങ്ങയെപ്പോലുള്ള സൽപുരുഷന്മാരിങ്ങനെ വിലപിക്കാറില്ല. അങ്ങ് 3 ലോകത്തിനും മതിയായവനാവണം. ആ അങ്ങ് ഒരു പ്രാകൃതനെ പോലെ സഹസ്മാൽ പ്രാകൃത ഇവ ശോചസ്യാത്മാനം ഈദൃശം ഒരു പ്രാകൃതനെ പോലെ തന്നെക്കുറിച്ച് ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാണ്? ബ്രഹ്മദത്താസ്തി ദേശത്തെ കവചം സായ ഗോധനു. അങ്ങേക്ക് ബ്രഹ്മാവ് തന്ന വേലുണ്ട്, കവചവും അമ്പും വില്ലും ഒക്കെയുണ്ട്. 1000 കഴുതകളെ പൂട്ടിയ ഇടിനാദത്തിനൊത്ത ശബ്ദമുള്ള തേരുമുണ്ട്. അങ്ങ് ആയുധം കൊണ്ട് ദേവദാനവന്മാരെ പലവാറ് പീഡിപ്പിച്ചിട്ടുള്ളയാളാണ്. സർവായുധ സമ്പന്നനായിരിക്കുന്ന അങ്ങ് രാമനെ വധിക്കുക. കാമം ദുഷ്ടമഹാരാജ നിർഗമിഷ്യാമ്യഹം രണീ ഉദ്ധരിഷ്യാമി തേ ശത്രുൻ ഗരുഡ പന്നഗാനിവ. അങ്ങ് ഇവിടെ സുഖമായിട്ട് നിൽക്കൂ, ഞാൻ പോരിനായിട്ട് പോകാം മഹാരാജൻ. ഗരുഡൻ സർപ്പങ്ങളെ എന്നതുപോലെ ഞാൻ അങ്ങയുടെ ശത്രുക്കളെ ഒക്കെ നശിപ്പിക്കാം. ശംഭരോ ദേവരാജേന നരകോ വിഷ്ണുനായഥാ സദാദ്യ ശൈതാരാമോ മയാ യുദ്ധി നിപാതിത. ദേവരാജാവിനാൽ ശംഭരൻ എന്നതുപോലെ വിഷ്ണുവാൽ നരകൻ എന്ന പോലെ എന്നാൽ വധിക്കപ്പെട്ട രാമൻ ഇന്ന് പടനിലത്തില് കിടക്കും. കാലചോദിതനായ രാക്ഷസാധിപൻ രാവണൻ ത്രിശിരസിന്റെ വാക്കുകേട്ട് താൻ പുനർജനിച്ചു എന്ന് കരുതി. ശ്രുത്വാ ത്രിശിരസോ വാക്യം ദേവാന്തക നരാന്തകോ. ത്രിശിരസിന്റെ വാക്ക് കേട്ട് ദേവാന്തകനും നരാന്തകനും തേജസ്യാധികാരിയും യുദ്ധോത്സുകരായിട്ട് തീർന്നു. അപ്പോൾ ശക്രതുല്യ പരാക്രമികളും വീരന്മാരും രാക്ഷസശ്രേഷ്ഠന്മാരുമായ രാവണപുത്രന്മാർ ഞാൻ എന്ന് ഗർജിച്ചു. എല്ലാവരും ആകാശസഞ്ചാരികൾ, അന്തരീക്ഷഗതാഹ സർവേ സർവേ മായാവിശാരദാഹ. എല്ലാവരും ആകാശസഞ്ചാരികളാണ്, എല്ലാവരും മായാവിഷാദന്മാരാണ്, എല്ലാവരും ദേവദർപ്പനാശകന്മാരായിട്ടുള്ളവരാണ്, എല്ലാവരും രണ ദുർമതന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ബലവാന്മാരാണ്, അതിബലവാന്മാരാണ്, എല്ലാവരും അതികീർത്തിമാന്മാരാണ്. ഗന്ധർവന്മാരും കിന്നരന്മാരും പന്നകങ്ങളും ഒത്ത ദേവന്മാരോട് പോലും പോരിൽ പരാജയപ്പെട്ടെന്ന് കേൾക്കാത്തവരാണ് അവര്. എല്ലാവരും അസ്ത്രവിജ്ഞന്മാരായ വീരന്മാര്, എല്ലാവരും യുദ്ധവിശാരദന്മാര്, എല്ലാവരും വിജ്ഞാന സമ്പന്നന്മാര്, എല്ലാവരും വരങ്ങളൊക്കെ ആർജിച്ചവര്. സൂര്യതപസ്തേജസ്വികളും സൂര്യസമതേജസ്വികളും ശത്രുശക്തിയെയും സമ്പത്തിനെയും നശിപ്പിക്കുന്നവരുമായ പുത്രന്മാരാല് പരിവൃതനായ രാവണൻ മഹാസുരന്മാരുടെ അഹങ്കാരമകറ്റുന്ന അമരന്മാരാൽ ചുറ്റപ്പെട്ട ഇന്ദ്രനെ പോലെ ശോഭിച്ചു. സപുത്രാൻ സംപരിഷ്വജ്യ ഭൂഷയിത്വാച ഭൂഷണൈഹ്യം. പുത്രന്മാരെ കെട്ടിപ്പുണർന്ന് അലങ്കാരങ്ങൾ അണിയിച്ച് ഉത്തമാശിസുകൾ അരുളിയ ശേഷം പോരിനായിട്ട് പറഞ്ഞയച്ചു. യുദ്ധോന്മത്തൻ, മത്തൻ എന്നീ സഹോദരന്മാരെയും രാവണൻ പോരിൽ പുത്രന്മാരുടെ രക്ഷയ്ക്കായിട്ട് പറഞ്ഞയച്ചു. ദേവിവാദ്യ മഹാത്മാനം രാവണം ലോകരാവണം കൃത്വാ പ്രദക്ഷിണം ചെയ്വ മഹാകായ പ്രതസ്ഥിരി. ലോകരാവണനും മഹാത്മാവുമായ രാവണനെ വന്ദിച്ച് വലം വെച്ച് ആ മഹാകായന്മാര് പുറപ്പെട്ടു. ശക്തിശാലികളും യുദ്ധകാംക്ഷികളുമായ ഈ 6 രാക്ഷസ ശ്രേഷ്ഠന്മാരും സർവ ഔഷധികളും സുഗന്ധദ്രവ്യങ്ങളും പൂശിക്കൊണ്ട് പുറപ്പെട്ടു. ത്രിശിരസും അധികായിരും ദേവാന്തകനും നരാന്തകനും മഹോദരനും മഹാപാർശ്വനും കാലചോദ്യതരായിട്ട് നിർഗമിച്ചു. മഹോദരൻ അപ്പോൾ കരിങ്കാറിന് തുല്യവും ഐരാവത കുലത്തിൽ പിറന്നതുമായ സുദർശനം എന്ന ആനപ്പുറത്ത് കയറിയിരുന്നു. ആയുധങ്ങളെല്ലാം എടുത്ത് അവനാഴികളാൽ അലങ്കൃതനായ അവൻ ആനപ്പുറത്തിരുന്ന് അസ്തമയഗിരിയിലെ ആദിത്യനെ പോലെ ശോഭിച്ചു. അയോത്തമ സമായുക്തം സർവായുധ സമാകുലം മാരുരോഗരഥ ശ്രേഷ്ഠം ത്രിശിരാ രാവണാത്മജ. രാവണപുത്രനായ ത്രിശിരസ് ഉത്തമാശ്വങ്ങളെ പൂട്ടിയതും സർവായുധ സമേതവുമായിരിക്കുന്ന ശ്രേഷ്ഠമായ രഥത്തിലേക്ക് കയറി. വില്ലുമെടുത്ത്
തേരിലേറ ത്രിശിരസ് മിന്നലും മഴവില്ലും കൊള്ളിമീനും ചേർന്ന മേഘം പോലെ ശോഭിച്ചു. 3 കാഞ്ചന പർവ്വതങ്ങൾ കൊണ്ട് ശൈലേന്ദ്രനായ ഹിമവാൻ എന്ന പോലെ 3 കിരീടങ്ങൾ കൊണ്ട് ത്രിശിരസ് വിശിഷ്ടമായ തേരില് വിളങ്ങി. രാക്ഷസേന്ദ്രന്റെ പുത്രനും അതിതേജസ്വിയും വില്ലാളി വീരന്മാരിൽ വിശിഷ്ടനുമായ അതികായനും ശ്രേഷ്ഠമായ ഒരു രഥത്തില് കയറി. നല്ല ചക്രങ്ങളും അച്ചുതണ്ടും നുകത്തണ്ടും കീഴ്ത്തട്ടുമുള്ളതും നന്നായി യോജിപ്പിച്ചതും ആവനാഴിയും വില്ലും വാളും കുന്തവും പരിഹവും കൊണ്ട് നിറഞ്ഞതുമായ തേരില് വിചിത്രമായ പൊൻകിരീടവും ആഭരണങ്ങളും അണിഞ്ഞ് കാന്തി കൊണ്ട് തിളങ്ങുന്ന മേരുവിനെ പോലെ അവൻ വിളങ്ങി. ശക്തിശാലിയായ ആ രാജപുത്രൻ രാക്ഷസ ശാർദൂലന്മാരാല് ചൂഴപ്പെട്ട് അമരന്മാരാൽ ആവൃതനായ വജ്രപാണിയെ പോലെ ദേവേന്ദ്രനെ പോലെ വിളങ്ങി. നരാന്തകൻ ഉച്ചശ്രൈവസിനൊത്തതും പൊന്നണിഞ്ഞതും മനോവേഗമാർന്നതും വലുതും വെളുത്തതുമായ കുതിരപ്പുറത്താണ് കയറിയത്. മയിലിന്റെ പുറത്തേറിയ വേലേന്തിയ തേജസ്വിയായ ഗുഹനെ പോലെ കൊള്ളിമീൻ പോലുള്ള കുന്തമേന്തിയ നരാന്തകൻ ശോഭിച്ചു. പൊന്നണിഞ്ഞ പരികം കൈയിലേന്തിയ ദേവാന്തകൻ ഇരുകൈകൾ കൊണ്ടും പർവ്വതം താങ്ങി നിൽക്കുന്ന വിഷ്ണുവിന്റെ രൂപത്തിന് സദൃശനായി. മഹാകായരും വീര്യവാനുമായ മഹാപാർശ്വൻ ഗതയും കയ്യിലെടുത്ത് ഗതാപാണിയായ കുബേരനെ പോലെ വിരാജിച്ചു. അങ്ങനെ മഹാത്മാക്കളായ അവര് അമരാവതിയിൽ നിന്ന് ദേവന്മാര് എന്നതുപോലെ പുറപ്പെട്ടു. ഉത്തമന്മാരും പരായുധധാരികളുമായ അരക്കന്മാര് ആനപ്പുറത്തും കുതിരപ്പുറത്തും മേഘസ്വനം പോലെ മുഴക്കമുള്ള തേരുകളിലുമേറി അവരെ അനുഗമിച്ചു. കിരീടധാരികളും ഐശ്വര്യവാന്മാരും സൂര്യസമ തേജസ്വികളും മഹാത്മാക്കളുമായ ആ കുമാരന്മാര് പ്രകാശിക്കുന്ന ഗ്രഹങ്ങളെ പോലെ വാനില് വിളങ്ങി. അവർ ധരിച്ചിരുന്ന വരായുധങ്ങൾ വെണ്മയിൽ ശരൽക്കാല മേഘത്തിനൊത്ത രയന്നക്കൂട്ടം ആകാശത്തിൽ എന്നതുപോലെ ശോഭിച്ചു. മരണം അല്ലെങ്കിൽ ശത്രുക്കളുടെ പരാജയം എന്ന് നിശ്ചയിച്ച് ആ വീരന്മാർ യുദ്ധാർത്ഥികളായിട്ട് സംഗമിച്ചു. യുദ്ധമതം പൂണ്ട ആ മഹാത്മാക്കള് അലറി ഒച്ചയുണ്ടാക്കി അമ്പുകൾ എറിഞ്ഞു പിടിച്ചുകൊണ്ട് പുറപ്പെട്ടു. അലർച്ചയും കയ്യടികളും കൊണ്ട് ഭൂമി കുലുങ്ങി. രാക്ഷസന്മാരുടെ സിംഹനാദം കൊണ്ട് വാനം വിണ്ടതുപോലെയായി. ശക്തിശാലികളായ രാക്ഷസേന്ദ്രന്മാർ സന്തുഷ്ടരായിട്ട് പുറപ്പെട്ടപ്പോൾ കല്ലും മരവും ഉയർത്തിപ്പിടിച്ച കവിസൈന്യത്തെ കണ്ടു. പമ്പന്മാരായ വാനരന്മാരും ആനയും കുതിരയും തേരും കൊണ്ട് തിങ്ങിയതും കിങ്ങിണിച്ചാർത്തുകൾ കിലുങ്ങുന്നതും കറുത്ത കാർനിരയ്ക്കൊത്തതും മഹാശസ്ത്രങ്ങളേന്തിയതും എരിയുന്ന അജ്ഞാതിത്യന്മാർക്കൊത്ത രാക്ഷസന്മാരെമ്പാടും നിറഞ്ഞതുമായ ആ അരക്കപ്പടയെ കണ്ടു. ആ സൈന്യം വരുന്നത് കണ്ട് തക്കം കിട്ടിയ വാനരന്മാര് പെരുമ്പാറകൾ പൊക്കിയെടുത്ത് പേർത്തും ആർത്തു വിളിച്ചു. അരക്കന്മാരുടെ എതിരൊലി പ്ലവങ്കമന്മാര് പുറത്തില്ല. വാനരയൂഥവന്മാരുടെ ഉഗ്രമായ അലർച്ച കേട്ട് ശത്രുക്കളുടെ ഉത്കടമായ ഹർഷം സഹിക്കാനാവാതെ കൽപ്പേറിയ അരക്കന്മാര് അത്യുഗ്രമായിട്ട് ഗർജിച്ചു. തേ രാക്ഷസബലം ഘോരം പ്രവിശ്ചകരയൂഥവാഹ. ആ വാനരയൂഥവന്മാര് ഘോരമായ രാക്ഷസ സൈന്യത്തിൽ കടന്ന് പർവ്വതങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശൃംഗങ്ങളുള്ള ശൈലങ്ങളെ പോലെ സഞ്ചരിച്ചു. ചില കവീശ്വരന്മാർ ആകാശത്തിലേറിയും മറ്റു ചില വാനരന്മാർ നിലത്തുകൂടിയും വൃക്ഷശിലായുധങ്ങളേന്തി രാക്ഷസ സൈന്യങ്ങൾക്കിടയിൽ ക്രോധത്തോടു കൂടിയിട്ട് സഞ്ചരിച്ചു. വാനരപുങ്കവന്മാര് വലിയ കൊമ്പുകളുള്ള വൃക്ഷങ്ങൾ എടുത്തുകൊണ്ട് സഞ്ചരിച്ചു. രാക്ഷസ വാനര സങ്കുലമായ ആ യുദ്ധം അതിഘോരമായിരുന്നു. ഭീമവിക്രമികളായ വാനരന്മാര് ശരനിരകളാൽ മൂടപ്പെട്ടിട്ടും മരവും മലയും കല്ലും എതിരില്ലാതെ വർഷിക്കാനായിട്ട് തുടങ്ങി. സിംഹങ്ങളെ പോലെ വാനരന്മാരും രാക്ഷസന്മാരും പോരില് അലറി. കുരങ്ങന്മാർ കല്ലുകൾ കൊണ്ട് രാക്ഷസന്മാരെ പൊടിയാക്കി. ചിലർ കോപിഷ്ഠരായിട്ട് കവചങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് തേരിലിരിക്കുന്ന വീരന്മാരെയും ചിലർ ആനപ്പുറത്തും കുതിരപ്പുറത്തും ഇരിക്കുന്നവരെയും പ്രഹരിച്ചു. ശൈലശൃംഖ സമാനന്മാരായ ആ വാനരന്മാര് കണ്ണുകൾ തുറിപ്പിച്ച് മുഷ്ടികൾ കൊണ്ട് വീരന്മാരായ രാക്ഷസന്മാരെ വേഗം കൊന്നൊടുക്കി. രാക്ഷസ പുങ്കവന്മാർ അവിടെ വിറച്ചുകൊണ്ട് വീഴുകയും അലറുകയും ഒക്കെ ചെയ്തു. രാക്ഷസന്മാരും കൂർത്തശരങ്ങൾ കൊണ്ട് കവിസിംഹങ്ങളെ പിളർത്തി. രാക്ഷസന്മാര് ശൂലം, മുൾത്തടി, വാള്, കുന്തം, വേല എന്നിവ കൊണ്ട് അവരെ കൊന്നൊടുക്കി. പരസ്പര ജയേഷികളായ അവർ തമ്മിൽ തല്ലി വീഴ്ത്തി. കവിരാക്ഷസന്മാരുടെ ഉടലുകളില് വൈരികളുടെ ചോര പുരണ്ടു. വാനര രാക്ഷസന്മാർ വലിച്ചെറിഞ്ഞ വാളുകളും മലകളും കൊണ്ട് മൂടപ്പെട്ട ഭൂമി തെല്ലുനേരം കൊണ്ട് ചോരയിൽ കുതിർന്നു. യുദ്ധമതം പൂണ്ടവരും മലയ്ക്കൊത്തവരുമായ രാക്ഷസന്മാര് മർദ്ദനമേറ്റ് ചിതറി വീണ് ഭൂമിയാകെ മൂടപ്പെട്ടു.
അരക്കന്മാർ ശൈലങ്ങൾ തകർത്ത് ദൂരത്തേക്ക് തള്ളുന്നവരുമായ വാനരന്മാര് പിന്നെയും അംഗങ്ങൾ കൊണ്ട് അത്ഭുതാവഹമായ യുദ്ധത്തെ ചെയ്തു. രാക്ഷസന്മാർ വാനരന്മാരാൽ തന്നെ തല്ലി. വാനരന്മാരും രാക്ഷസന്മാരെ കൊണ്ട് തന്നെ തല്ലി. രാക്ഷസന്മാരെ പാറകളും പർവ്വതങ്ങളും പിടിച്ചു പറിച്ച് വാനരന്മാരെ പ്രഹരിച്ചു. വാനരന്മാരാകട്ടെ ആയുധങ്ങൾ പിടിച്ചെടുത്ത് രക്ഷസുകളെയും അടിച്ചു. രണത്തില് രാക്ഷസ വാനരന്മാർ ശൈലശൃംഗങ്ങൾ കൊണ്ട് പരസ്പരം തല്ലിപ്പിളർത്തി സിംഹനാദം മുഴക്കി. മർക്കടന്മാരുടെ പ്രഹരമേറ്റ് മാർച്ചട്ടമുറിഞ്ഞ രാക്ഷസന്മാര് മരങ്ങൾ കരയൊലിപ്പിക്കുന്നത് പോലെ ചോര ഒഴുക്കി. രഥേനാച രഥം ചാപി വാരണേന ച വാരണം. തേരുകൊണ്ട് തേരിനെയും ആനയെക്കൊണ്ട് ആനയെയും ഹയേനച ഹയം കേജിൽ കുതിരയെക്കൊണ്ട് കുതിരയെയും വാനരന്മാര് വധിച്ചു. സന്തുഷ്ടഹൃദയരായ സർവ്വ വാനരന്മാരും കൂറ്റൻ കല്ലുകൾ കൊണ്ടും കൊമ്പുകളേറെയുള്ള വൃക്ഷങ്ങൾ കൊണ്ടും രാക്ഷസന്മാരെ വധിച്ചു. കത്തിയമ്പുകൾ കൊണ്ടും അർത്ഥചന്ദ്രാസ്ത്രങ്ങൾ കൊണ്ടും ഫല്ലങ്ങൾ കൊണ്ടും നിശ്ചിത ശരങ്ങൾ കൊണ്ടും രാക്ഷസ വാനര സങ്കുലമായ ആ യുദ്ധം ഘോരമായിട്ട് തീർന്നു. രാക്ഷസന്മാര് വാനരേന്ദ്രന്മാരുടെ കല്ലുകളും മരങ്ങളും തകർത്തു. ഉടഞ്ഞ ഗിരിശൃംഗങ്ങളെയും നുറുങ്ങിയ മരങ്ങളെയും കൊല്ലപ്പെട്ട കപിരാക്ഷസന്മാരെയും കൊണ്ട് നിലം നടക്കാൻ പറ്റാത്തതായിട്ട് മാറി. ആ വാനരന്മാരെല്ലാം ഗർവും ഉത്സാഹവുമാർന്ന ചേഷ്ടകളോടെ പേടി വെടിഞ്ഞ് പൊരുതാനായിട്ട് എത്തി. നാനാതരം ആയുധങ്ങളുമേന്തി ചിത്തചാഞ്ചല്യമില്ലാതെ രാക്ഷസന്മാരോട് പടപൊരുതി. ആ സങ്കുല യുദ്ധം അങ്ങനെ നടക്കവേ, വാനരന്മാർ ഉത്സാഹത്തോടെ തിമിർക്കവേ, നിശാചരന്മാരെ നിലംപതിക്കവേ, മഹർഷിമാരും ദേവസംഘങ്ങളും ആർത്ത് വിളിച്ചു. അപ്പോൾ നരാന്തകൻ വായുവേഗതയുള്ള കുതിരപ്പുറത്ത് കയറിക്കൊണ്ട് മൂർച്ചയുള്ള വേലുമേന്തി മത്സ്യം മഹാസമുദ്രത്തിൽ എന്ന പോലെ വാനര രാജാവിന്റെ പടയിലേക്ക് കടന്നു. ആ വീരൻ 700 വാനരന്മാരെ തിളങ്ങുന്ന കുന്തം കൊണ്ട് കുത്തിക്കീറി. മഹാത്മാവായ ആ ഇന്ദ്രശത്രു വാനരപുങ്കവന്മാരുടെ സൈന്യത്തെ ഏകനായിട്ട് ക്ഷണനേരം കൊണ്ട് കൊന്നൊടുക്കി. കുതിരപ്പുറത്തിരുന്ന് വാനര സൈന്യങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്ന വമ്പനായ നരാന്തകനെ വിദ്യാധരന്മാരും മഹർഷിമാരുമൊക്കെ കണ്ടു. അവൻ സഞ്ചരിക്കുന്ന വഴി മാംസവും ചോരയും കൊണ്ട് ചളികെട്ടിയും വീണുകിടക്കുന്ന കുന്നിനത്തെ കുരങ്ങന്മാരാല് മൂടിയുമൊക്കെ കാണപ്പെട്ടു. പ്രവങ്ക പുങ്കവന്മാർ എപ്പോഴെല്ലാം പരാക്രമം പ്രകടിപ്പിക്കാൻ ഒരുങ്ങുന്നുവോ അപ്പോഴെല്ലാം നരാന്തകൻ അവരെ ആക്രമിച്ചുകൊണ്ട് കുത്തിപ്പിളർന്നു. മർക്കടന്മാര് മരകളും മലകളും എപ്പോൾ പിഴുതെടുത്തുവോ അപ്പോഴൊക്കെ നരാന്തകൻ കാടിനെ കാട്ടുതീ എന്ന പോലെ കവിസൈന്യത്തെ ദഹിപ്പിച്ചു. നരാന്തകൻ ജ്വലിക്കുന്ന കുന്തവുമേന്തി എപ്പോൾ പടനടുവിൽ പ്രവേശിച്ചുവോ അപ്പോൾ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ വജ്രമേറ്റ മലകൾ പോലെ വാനരന്മാരെല്ലാം വീണു. ദിക്ഷു സർവാസു ബലവാൻ വിചാര നരാന്തക. ബലവാനായ നരാന്തകൻ യുദ്ധത്തിൽ സർവ്വദിക്കുകളിലും സഞ്ചരിച്ച് ധ്വംസിച്ചുകൊണ്ട് വർഷകാലത്തെ വായുവിനെ പോലെ എങ്ങും സഞ്ചരിച്ചു. സംസാരിക്കാനോ നിൽക്കാനോ അനങ്ങാൻ പോലും ആ വീരന്മാര് ശക്തരായില്ല. വീരവാനായ നരാന്തകൻ ചാടുന്നവനെയും ഓടുന്നവനെയും നിൽക്കുന്നവനെയും എല്ലാം തന്നെ മുറിവേൽപ്പിച്ചു. അന്ധകര തുല്യവും ആദിത്യ തേജസ്സാർന്നതുമായ ഒരു കുന്തം കൊണ്ട് കവിസൈന്യങ്ങൾ പിളർത്തപ്പെട്ട പാർത്തട്ടില് പതിച്ചു. ഇടുത്തി വന്നു വീഴുന്നത് പോലെ കുന്തം കൊണ്ട് കുത്തിവീഴ്ത്തപ്പെടുന്നത് താങ്ങാനാവാതെ വാനരന്മാർ ഉച്ചത്തില് ആർത്തു വിളിച്ചു. വീഴ്ത്തപ്പെടുന്ന വീരവാനരന്മാരുടെ ശരീരങ്ങള് വജ്രമേറ്റ കൊടുമുടികൾ മുറിഞ്ഞു വീഴുന്ന മലകൾ പോലെ വിളങ്ങി. മുമ്പ് തന്നെ കുംഭകർണനാൽ വീഴ്ത്തപ്പെട്ട വമ്പന്മാരായ വാനരോത്തമന്മാര് സുഖപ്പെട്ട് സുഗ്രീവ് സമീപം നിന്നിരുന്നു. സുഗ്രീവൻ നോക്കുമ്പോൾ വാനര സൈന്യം നരാന്തകനെ ഭയപ്പെട്ട് അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. വിദ്രുതാം വാഗിനീം ദൃഷ്ട്വാ സദർശ നരാന്തകം ഗൃഹീത പ്രാസമായാന്തം ഭയപൃഷ്ഠേ പ്രതിഷ്ഠിതം. പാഞ്ഞു പോകുന്ന പടയെ കണ്ട സുഗ്രീവൻ കുന്തവുമേന്തി കുതിരപ്പുറത്തേറി വരുന്ന നരാന്തകനെ കണ്ടു. അതിതേജസ്വിയും വാനരാധിപനുമായ സുഗ്രീവൻ ഇന്ദ്രതുല്യ പരാക്രമിയും വീരനും കുമാരനുമായ അംഗദനോട് പറഞ്ഞു, നീ ചെല്ലുക, കുതിരപ്പുറത്ത് ഇരുന്ന് കപിസൈന്യത്തെ കലക്കി മറിക്കുന്ന ആ വീരനായ രാക്ഷസനെ വേഗം വധിക്കുക. സവർത്തുർവചനം ശ്രുത്വ നിഷ്പപദാംഗതസ്തദാ. ആ അംഗദൻ തന്റെ യജമാനന്റെ ആജ്ഞയെ കേട്ട് മേഘസമാനമായ മർക്കടപ്പടയിൽ നിന്ന് മേഘങ്ങളിൽ നിന്ന് സൂര്യൻ എന്ന പോലെ പുറത്തേക്ക് കടന്നു. പർവ്വത നിരക്കൊത്തവനും കവിപുങ്കവനുമായ അംഗദൻ
തോൾവളകൾ അണിഞ്ഞ ധാതുക്കളോടൊത്ത ശൈലം പോലെ ശോഭിച്ചു. അതിതേജസ്വിയായ ബാലപുത്രൻ നിരായുധനും ദഗദംഷ്ട്രായുധനുമായി നരാന്തകന്റെ നേർക്ക് ചെന്നുകൊണ്ട് ഇങ്ങനെ പറയുകയുണ്ടായി. നിൽക്ക്, പ്രാകൃതരായ ഈ കുരങ്ങന്മാരെ കൊണ്ട് നീ പ്രാകൃതരായിരിക്കുന്ന കുരങ്ങന്മാരെ കൊണ്ട് നീ എന്ത് ചെയ്യാനാണ്? വജ്രതുല്യമായ നിന്റെ കുന്തം എന്റെ ഈ നെഞ്ചിലേക്ക് എറിയുക. അങ്കദസ്യ വചശ്രുത്വ പ്രജുക്രോധ നരാന്തക. അങ്കദന്റെ വാക്കുകേട്ട് നരാന്തകൻ കോപിഷ്ഠനായ അവൻ പല്ലുകൾ കൊണ്ട് ചുണ്ട് കടിച്ച് പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് ബാലിപുത്രനായ അങ്കദന് എതിനെ ചെന്നു. കത്തി എരിയുന്ന കുന്തം ചുഴറ്റി ഊക്കോടെ അങ്കദന്റെ നേർക്ക് അയച്ചു. വജ്രതുല്യമായ ബാലിപുത്രന്റെ മാറിടത്തിൽ മുട്ടി ആ കുന്തം നിലത്ത് വീണു. ഗരുഡൻ കൊത്തിമുറിച്ച സർപ്പദേഹം പോലെ ആ കുന്തം ഒടിഞ്ഞത് കണ്ട് ബാലിപുത്രൻ കൈപ്പടമുയർത്തി ആ കുതിരയുടെ തലയിൽ തന്നെ അടിച്ചു. കണ്ണുപൊട്ടി, അണ്ണാക്ക് കുഴിഞ്ഞ്, നാക്കു പുറത്തു ചാടി, തല തകർന്ന പർവ്വതം പോലെയുള്ള ആ കുതിര കൈപ്പടം കൊണ്ടുള്ള പ്രഹരമേറ്റ് നിലംപതിച്ചു. മഹാപ്രഭാവനായ നരാന്തകൻ കുതിര ചത്തുവീണത് കണ്ട് ക്രോധാവിഷ്ടനായി പോരിൽ കൈ ചുരുട്ടി ബാലിപുത്രന്റെ തലയിൽ അടിച്ചു. മുഷ്ടിപ്രഹരമേറ്റ അങ്കദന്റെ തല പൊട്ടി ചുടുചോര ഒഴുകി. മേന്മേല് അവന് കോപമുണ്ടായി. വെളിവും വെടിഞ്ഞ് വെളിവ് വീണപ്പോൾ വിസ്മയം കൊണ്ടു. ബാലിപുത്രനായ അങ്കദൻ തന്റെ ആ മുഷ്ടി ചുരുട്ടി വജ്രത്തിനൊത്ത വേഗതയിൽ നരാന്തകന്റെ നെഞ്ചില് ഇടിച്ചു. മുഷ്ടിപ്രഹരമേറ്റ നരാന്തകൻ മാറിടം തകർന്നും തീവമിച്ചും അംഗങ്ങളിൽ ചോര പുരണ്ടും വജ്രപാതമേറ്റു കുടിഞ്ഞ പർവ്വതത്തെ പോലെ നിലത്തേക്ക് വീണു. താന്തരീക്ഷേ ത്രിദിശോത്തമാനാം മനൗകസാം ചൈവ മഹാപ്രണാദ. വീരാഗ്രേസരനായ ആ നരാന്തകൻ ബാലിപുത്രനാൽ ഇങ്ങനെ പോരിൽ കൊല്ലപ്പെട്ടപ്പോൾ ആകാശത്തിൽ അമരശ്രേഷ്ഠന്മാരുടെയും വനചാരികളുടെയും മഹാനാദം മുഴങ്ങി. വീരവിക്രമനായ അങ്കദൻ അതിദുഷ്കരവും രാമന്റെ ഹൃദയത്തിന് കർഷമേക്കുന്നതുമായ ആ പരാക്രമം പ്രവർത്തിച്ചിട്ട് സ്വയം വിസ്മയിച്ചുപോയി. അവൻ വീണ്ടും പോരിന് ഉത്സാഹം പൂണ്ടു. ഇങ്ങനെ നരാന്തകന്റെ ആ യുദ്ധവൈദഗ്ധ്യത്തെ പറ്റിയും അദ്ദേഹത്തെ ബാലിപുത്രൻ വധിക്കുന്നതുമായിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സർഗത്തില് പ്രതിപാദിച്ചത്. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.